ഞാൻ പിന്നെ ഈ ഓൺലൈനിലൊക്കെ ഇമെയിലുകളൊക്കെ ആയിട്ട് ഒത്തിരി പ്രാർത്ഥനാ ദൈവങ്ങൾ കിട്ടുമ്പോൾ, പ്രത്യേകിച്ച് പുറം രാജ്യങ്ങളിലുള്ള ചെറുപ്പക്കാർ യുവജനങ്ങളുടെ ഇടയിലൊക്കെ കുറച്ചുകൂടെ അവരോട് ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ ഈശോ അനുവാദവും അനുഗ്രഹമൊക്കെ തന്നിട്ടുള്ളതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ ഒത്തിരി നിയോഗങ്ങളൊക്കെ പറയുമ്പോൾ വായിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ സന്തോഷം, ആൾക്കാരൊരു സങ്കടം പറയുമ്പോഴത്തേനും സന്തോഷം തോന്നാൻ പാടില്ല, അവർക്ക് വേണ്ടി സങ്കടത്തോടെ അല്ലെങ്കിൽ കുറച്ചുകൂടെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കണം. പക്ഷെ എനിക്ക് സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ തോന്നിയിട്ടുള്ള ഒത്തിരി അനുഭവങ്ങളുണ്ട്. പ്രത്യേകിച്ച് യുവജനങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ യുവജനങ്ങൾ ദേവാലയത്തോട് ചേർന്ന് നിൽക്കുന്നില്ല, ഭക്തിയില്ല, വിശ്വാസമില്ല എന്നൊക്കെ നമ്മൾ സങ്കടപ്പെടുന്ന ഒരു സമയത്ത് അപ്പുറത്തെ സൈഡിൽ കർത്താവ് തീ പോലെ കർത്താവിന്റെ ബലിപീഠത്തിന് വേണ്ടി കൊതിക്കുന്ന മക്കളെ അഭിഷേകം ചെയ്ത് കൊടുത്താണ്. പ്രത്യേകിച്ച് പുറം രാജ്യങ്ങളിലേക്ക് ചേക്കേറിയ കുറേ മക്കൾ അവർ പറയുന്നുണ്ട്, അച്ഛാ ഞങ്ങളുടെ അടുത്തൊരു പള്ളിയില്ല. സങ്കടം പറയാണ്, ഞങ്ങളുടെ അടുത്തൊരു പള്ളിയില്ല, ഞായറാഴ്ച ബലിയർപ്പിക്കാൻ പോകാൻ പറ്റുന്ന പോലും ഒരു അടുത്ത് അത്ര ദൂരത്തൊരു പള്ളിയില്ല. ഒത്തിരി രാജ്യങ്ങൾ, നമുക്കിപ്പോൾ മുട്ടിന് പള്ളിയാണ്, എവിടെ പോയിട്ട് ബലിയർപ്പിക്കാം? ഉള്ള ബലിയർപ്പണത്തിന് വഴി വഴക്കുണ്ടാക്കാൻ മാത്രമേ നമുക്ക് സമയമുള്ളൂ. അവിടെ പോയി അടിയുണ്ടാക്കി, ഇനി അപ്പുറത്ത് പോയി അടിയുണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് ഈ ആഴ്ച എവിടെ പോയി അടിയുണ്ടാക്കാം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടി തീ പൊള്ളും. അത് ഈ ജനത കൃത്യമായിട്ട് അറിയുകയും ചെയ്യും. കാരണം ഇത്രയധികം ബലിയർപ്പിക്കപ്പെട്ട ഒരു സ്ഥലം, ഇത്രയധികം പുരോഹിതന്മാരെ സൃഷ്ടിച്ച ഒരു സ്ഥലം, ഇത്രയധികം ധ്യാനകേന്ദ്രങ്ങളും വചന ശുശ്രൂഷകളും, ഇത്രയധികം വിശുദ്ധ കുർബാനയെ കുറിച്ച് കേട്ട വേറെ ഏത് ശ്രേഷ്ഠ ജനതയുണ്ട്? നമ്മൾ പൊള്ളും. കുർബാനയുടെ വില ഇത്രയധികം കേട്ട് മനസ്സിലാക്കിയ ആയിരക്കണക്കിന് പ്രബന്ധങ്ങൾ എഴുതി, ആയിരക്കണക്കിന് ഡോക്ടറൽ തീസിസുകൾ പബ്ലിഷ് ചെയ്ത ഒരു നാടാണിത്. Sed et ad exterra